കൃഷ്ണ, എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദഷഷ്ഠിയാണ് വരാൻ പോകുന്നത്. സ്കന്ദഷഷ്ഠിയെ സംബന്ധിച്ച് ഇപ്പോഴും പല സംശയങ്ങളും പലർക്കുമുണ്ട്. 22-ാം തീയതിയാണ് സ്കന്ദഷഷ്ഠി വ്രതം തുടങ്ങുന്നത്. 6 ദിവസത്തെ വ്രതമായിട്ടാണ് നമ്മൾ സ്കന്ദഷഷ്ഠി വ്രതം എടുക്കുന്നത്. 22-ാം തീയതി മുതൽ 27-ാം തീയതി വരെ. 22, 23, 24, 25, 26, 27 6 ദിവസങ്ങൾ. 27-ാം തീയതിയാണ് സ്കന്ദഷഷ്ഠി. അന്നാണ് ഭഗവാൻ ശൂരപത്മാസുരനെ വധിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി സ്കന്ദപുരാണത്തിലെ കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശൂരപത്മാസുര യുദ്ധം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. സ്കന്ദഷഷ്ഠി ദിവസമാണ്, അതായത് 27-ാം തീയതിയാണ് ഭഗവാൻ ശൂരപത്മാസുരനെ വധിക്കുന്നത്. ശൂരപത്മാസുരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുത്തതുപോലും. 28-ാം തീയതി അന്ന് ഭഗവാന്റെ വിവാഹമാണ്. അങ്ങനെയാണ് ഈ ഉത്സവം തീരുന്നത്. അതായത് 28-ാം തീയതിയോടുകൂടിയാണ് സ്കന്ദഷഷ്ഠി ഉത്സവം തീരുന്നത്. 27-ാം തീയതിയോടുകൂടി പലരും വ്രതം അവസാനിപ്പിക്കും. അതായത് 27-ാം തീയതി ഷഷ്ഠി, 28-ാം തീയതി രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട്. ചിലർ 28 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വ്രതം അവസാനിപ്പിക്കുന്നത്. അതായത് 7 ദിവസത്തെ വ്രതമായിട്ട് ചിലരെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ 7 ദിവസത്തെ വ്രതമായിട്ട് എടുക്കും. അതായത് 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ വ്രതത്തോടു കൂടിയിരിക്കും. 28-ാം തീയതി ഭഗവാന്റെ വിവാഹ ചടങ്ങുകളും കൂടി പൂർത്തിയായതിനു ശേഷം 29-ാം തീയതി വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട്. എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്യുക. 27-ാം തീയതി മാത്രം വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. അതായത് 26-ാം തീയതി ഒരിക്കലുണ്ട്. 27-ാം തീയതി വ്രതമെടുത്ത് 28-ാം തീയതി രാവിലെ വ്രതം അവസാനിപ്പിക്കുന്നു. അതായത് 1 ദിവസത്തെ വ്രതമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്, 3 ദിവസത്തെ വ്രതമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്, 6 ദിവസത്തെ എടുക്കുന്ന ആളുകളുണ്ട്, 21 ദിവസത്തെ വ്രതം എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ സാഹചര്യത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചിട്ട് നമുക്ക് വ്രതമെടുക്കാം. ഒരു നേരം അരിഭക്ഷണം മാത്രം, അതായത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചോറ്, അത് ഒരു നേരം മാത്രം കഴിച്ച് വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. പൂർണ്ണമായ ഉപവാസം ചെയ്യുന്ന ആളുകളുണ്ട്. പാലും പഴങ്ങളും മാത്രം കഴിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ജലം മാത്രം കുടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ സാഹചര്യം അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും വ്രതത്തെ ക്രമപ്പെടുത്തുക. അരിഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നേരം മാത്രമായി ക്രമപ്പെടുത്തുക. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ, വാളൻ പുളി, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ പിഴിഞ്ഞു ചേർക്കുന്ന പുളി, അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഏത്തപ്പഴം ചിലർ ഉപയോഗിക്കില്ല. കാരണം ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണമാണ് എന്ന് ചിലർ പറയും. അതുകൊണ്ട് ചിലരത് ഉപയോഗിക്കാറില്ല ഏത്തപ്പഴം. പക്ഷേ വാളംപുളി പോലെ അത്ര നിഷിദ്ധമല്ല ഏത്തപ്പഴം. ചിലർ ഒഴിവാക്കാറുണ്ട്. പക്ഷേ മരുന്ന് കഴിക്കുന്നവർ, ഗർഭിണികൾ, അങ്ങനെയൊക്കെയുള്ളവർ ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചു എന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഉഴുന്ന് ചേർന്ന പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല. അതായത് പപ്പടം, ഉഴുന്നുവട, ഇഡ്ഡലി, ദോശ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ കഴിക്കാറില്ല. വാളംപുളിക്ക് പകരം, ഇപ്പോൾ ചമ്മന്തിയാണ് ഉച്ചയ്ക്ക് ചോറിന് കഴിക്കുന്നതെങ്കിൽ വാളംപുളിക്ക് പകരമായിട്ട് ചമ്മന്തിക്കകത്ത് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഉപ്പും മുളകും മാത്രം കൂട്ടി കഴിക്കാറുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചോറിന് പൊതുവെ ഒന്നുകിൽ മുളക് അല്ലെങ്കിൽ ചമ്മന്തി. ഈ ചമ്മന്തിക്ക് പുളി ചേർക്കില്ല, അതിന് പകരം നാരങ്ങാനീര്. ഈ കൂട്ടാൻ മാത്രമേ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളൂ. പൊതുവെ കൂടുതൽ ആളുകളും മുളകും ഉപ്പും, ഒന്നുകിൽ മുളകും ഉപ്പും കൂടെ അരച്ചത് അത് ചേർത്ത് കഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ അല്പം മുളക് പൊടിയും ഉപ്പും കൂടെ വെതറി അങ്ങനെയും കഴിക്കാറുണ്ട്. ഒരു നാരങ്ങാനീര് വല്ലതും, ആ മുളകിനൊരു ശകലം പുളി വേണമെന്നുണ്ടെങ്കിൽ അല്പം നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്ത് കഴിക്കാം. പൊതുവേ മുളകോ ചമ്മന്തിയോ ആണ് കഴിക്കാറുള്ളത്. മറ്റൊരു കാര്യവും കഴിക്കാറില്ല.
അത്ര വ്രതനിഷ്ഠയോട് കൂടിയാണ് ഇരിക്കുന്നത്. ചിലർ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കും. നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം എപ്പോഴും വ്രതമെടുക്കാനായിട്ട്. പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് മാത്രമേ തീർത്ഥം കുടിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹരിപ്പാട് പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും വ്രതം എടുക്കുന്ന ആളുകൾ, ഹരിപ്പാട്ടുള്ള ആളുകൾക്കറിയാം, രാവിലെ പോയി പഞ്ചഗവ്യം എന്ന് പറഞ്ഞ ഒരു പ്രസാദമുണ്ട്. പശുവിൽ നിന്നും ലഭിക്കുന്ന 5 പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. ആ പഞ്ചഗവ്യം തീർത്ഥമായി സേവിച്ചിട്ടാണ് അവരുടെ വ്രതം തുടങ്ങുന്നത്. ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും അതുപോയി മേടിച്ച് കഴിച്ചതിനു ശേഷം ജോലിക്കൊന്നും പോകാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ട് പലരും തീർത്ഥം സേവിക്കാറുണ്ട്. ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചിട്ട് അവരുടെ വ്രതം ഓരോ ദിവസവും തുടങ്ങാറുണ്ട്. പക്ഷേ ചിലർ പറയും, വ്രതം തുടങ്ങുന്ന അന്ന് തീർത്ഥം സേവിച്ചിട്ട് പിന്നീട് വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം മാത്രമേ തീർത്ഥം സേവിക്കുകയുള്ളൂ എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ആ ക്ഷേത്രത്തിലെ രീതി അതനുസരിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുക. തീർത്ഥം സേവിച്ചു, എല്ലാ ദിവസവും തീർത്ഥം സേവിച്ചു എന്നതുകൊണ്ട് നിങ്ങളുടെ വ്രതമൊന്നും മുടങ്ങിപ്പോകില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ രീതി എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചെയ്യുക. ഇനി അന്നത്തെ ദിവസം, ഷഷ്ഠി ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് ചെയ്യേണ്ടുന്ന പൂജകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നൈവേദ്യങ്ങളാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. ഏറ്റവും നല്ലത് ഭഗവാന് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അഭിഷേകപ്രിയനാണ് മുരുകൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യാം. സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾ, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ചന്ദനം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് ആരോഗ്യം ലഭിക്കുന്നതിനായിട്ട് പാലുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. ജീവിതത്തിൽ ഒരു സമൃദ്ധി, അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്നതിനായിട്ട് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം, ദുരിതമുള്ള ആളുകൾ ശത്രുദോഷം മാറുന്നതിനായിട്ട് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ആഗ്രഹപൂർത്തീകരണത്തിന് പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. കരിക്കുകൊണ്ട്, പാലുകൊണ്ട്, തൈര് കൊണ്ട്, പനിനീര് കൊണ്ട്, ജലം കൊണ്ടൊക്കെ തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യാവുന്നതാണ്. ഭഗവാന് ഉടയാട മേടിച്ച് സമർപ്പിക്കാം. മഞ്ഞ നിറത്തിലുള്ള ഉടയാടയാണ് ഏറ്റവും പ്രിയം. മഞ്ഞ നിറത്തിലുള്ള ഉടയാട കിട്ടിയില്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഉടയാട കൊടുക്കാവുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചെയ്യാനുള്ളത്. ഭഗവാന് ഉടയാട സമർപ്പിക്കാം. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടത് അഭിഷേകമാണ്. അഭിഷേകം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യുക. ഇനി പ്രാർത്ഥിക്കേണ്ടുന്ന നാമം, കഴിഞ്ഞ ഒരു വീഡിയോയിൽ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വളരെ ശ്രേഷ്ഠമായ ശക്തിമത്തായ ഒരു നാമത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നിരുന്നു. മറ്റൊരു നാമമാണ് ഓം സനത് കുമാരായ നമ. ഇത് വിദ്യാവിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. കുട്ടികൾ, അതായത് പഠിക്കുന്ന കുട്ടികൾ ഷഷ്ഠിവ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ടുന്ന നാമമാണ് ഓം സനത് കുമാരായ നമ. 108, 1008 തവണയൊക്കെ ജപിപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ നാമം നെല്ലിമരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടോ ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഓം സനത് കുമാരായ നമ. ഇത് വിദ്യാവിജയത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ നാമം കുട്ടികളെ കൊണ്ട്
ജപിപ്പിക്കുക. ഇനി നെല്ലിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ജപിക്കാൻ സാധിക്കുന്നില്ല, ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിൽ പോയിരുന്നോ അവിടെ ഇരുന്നോ ഒക്കെ തന്നെ ജപിക്കാവുന്നതാണ്. സനത് കുമാരൻ എന്നത് ഭഗവാന്റെ മറ്റൊരു പേര് തന്നെയാണ്. എങ്ങനെയാണ് ഭഗവാന് സനത് കുമാരൻ എന്ന നാമം ലഭിച്ചത് എന്ന കഥ വളരെ വിശദമായി തന്നെ ത്രിപുര രഹസ്യത്തിലെ മഹാത്മ്യകാണ്ഡത്തിലെ 37-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ ദത്താത്രേയൻ വേലായുധ സ്വാമിയുടെ കഥ പരശുരാമന് പറഞ്ഞു കൊടുക്കുകയാണ്. ദത്താത്രേയ സ്വാമി മുരുകൻ്റെ കഥ പരശുരാമന് പറഞ്ഞു കൊടുത്തപ്പോൾ പരശുരാമൻ ദത്താത്രേയനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, മഹാവിഷ്ണു, പരമേശ്വരൻ, ഇന്ദ്രൻ എന്നിവർക്കു പോലും യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കഴിയാത്ത അസുരന്മാരെ എങ്ങനെയാണ് കുമാരനായ മുരുകന് തോൽപ്പിക്കുവാൻ കഴിഞ്ഞത്? എത്ര വലിയ ശക്തിശാലിയാണ് ശൂരപത്മാസുരൻ! ആ ശൂരപത്മാസുരനെ പോലും എങ്ങനെയാണ് മുരുകന് വധിക്കുവാൻ കഴിഞ്ഞത്? ഇങ്ങനെ പരശുരാമൻ സംശയരൂപേണ ദത്താത്രേയനോട് ചോദിക്കുന്നു. അതിനു മറുപടിയായി ദത്താത്രേയൻ പറയുകയാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനായ സനൽകുമാരനാണ് പിന്നീട് മുരുകനായി അവതരിച്ചത്. ഉടനെ തന്നെ പരശുരാമൻ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങനെ ഒരു അവതാരം ഉണ്ടായത്? ഉടൻ തന്നെ ആ കഥ ദത്താത്രേയൻ പരശുരാമന് പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് സനത് കുമാരൻ. ബ്രഹ്മാവിൻ്റെ പുത്രനായ സനത് കുമാരൻ വളരെ ശാന്തനായ ഒരു കുമാരനായിരുന്നു. അദ്ദേഹം ഋഷഭ എന്ന പർവ്വതത്തിലായിരുന്നു വസിച്ചിരുന്നത്. ഒരിക്കൽ ബ്രഹ്മദേവൻ തൻ്റെ മകനെ കാണാനായി അവിടേക്ക് എത്തുന്നു. അച്ഛനെ കണ്ട മകൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അതിനുശേഷം ആ മകൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള ഒരു മഹായുദ്ധത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടു. യുദ്ധത്തിൽ എല്ലാ ശക്തന്മാരായ അസുരന്മാരെയും ഞാൻ നിഗ്രഹിക്കുന്നതായിട്ടാണ് കണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ സ്വപ്നം ഞാൻ കാണുന്നത്? അങ്ങ് ഇതിനൊരു മറുപടി നൽകണമെന്ന് മകൻ അച്ഛനോട് പറയുന്നു. ഉടൻ തന്നെ ബ്രഹ്മദേവൻ സനത് കുമാരനോട് പറയുകയാണ്, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ നീ നിന്റെ മുൻ ജന്മത്തിൽ കേട്ടിരുന്നു. അന്നു നീ പറഞ്ഞിരുന്നു, ഞാൻ യുദ്ധം ചെയ്ത് ദേവന്മാരെ രക്ഷിക്കുമെന്നും അസുരന്മാരെ കൊന്നൊടുക്കുമെന്നും. പക്ഷേ ആ ജന്മത്തിൽ നീ ഒരു ബ്രാഹ്മണനായിരുന്നു. നിനക്ക് നിന്റെ കർത്തവ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരണപ്പെടേണ്ടതായിട്ട് വന്നു. പിന്നീടാണ് നീ സനത് കുമാരനായി എൻ്റെ പുത്രനായി ജന്മമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് സനത് കുമാരന് വീണ്ടും സംശയമായി. അതെങ്ങനെ അതിന് മറുപടി നൽകണമെന്ന് അച്ഛനോട് മകൻ വീണ്ടും ചോദിച്ചപ്പോൾ അത് നീ തന്നെ കണ്ടുപിടിക്കുക എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു. അങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണത്തിനു ശേഷം അച്ഛൻ മകന്റെ അടുത്തു നിന്നും യാത്രയായി. അങ്ങനെ മകൻ സനത് കുമാരൻ എന്ന മകൻ അവിടെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്തുകൂടി മഹാദേവനും ശ്രീ പാർവതിയും യാത്ര ചെയ്യുകയായിരുന്നു. മനോഹരമായ ആശ്രമം കണ്ട ശ്രീ പാർവതി ദേവി അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ കുമാരൻ ആരാണ് എന്ന് മഹേശ്വരനോട് ചോദിക്കുന്നു. അത് ബ്രഹ്മാവിന്റെ പുത്രനായ സനത് കുമാരനാണ് എന്ന് മഹേശ്വരൻ പാർവതി ദേവിയോട് പറയുകയും ആ കുമാരനെ കാണണം എന്നുള്ള ആഗ്രഹം പാർവതി ദേവിക്ക് ഉണ്ടാവുകയും ചെയ്തു. മഹാദേവനും ശ്രീ പാർവതിയും ആശ്രമത്തിലെത്തിയപ്പോൾ സനത് കുമാരൻ അവരെ ശ്രദ്ധിച്ചില്ല. വളരെ നേരം കാത്തിരുന്ന ശേഷം സനത് കുമാരനെ പരീക്ഷിക്കുന്നതിനായി മഹാദേവൻ തീരുമാനിക്കുകയും കോപാകുലനായി ബ്രഹ്മാവിന്റെ പുത്രനായ നിനക്ക് ഈ പെരുമാറ്റം യോജിച്ചതല്ല എന്നും സനത് കുമാരനെ വഴക്കു പറയുന്നതായി ഭാവിച്ചു. എന്നിട്ട് കോപത്തോടുകൂടി ഇപ്പോൾ ഞാൻ നിന്നെ ശപിക്കും എന്ന രീതിയിൽ മഹാദേവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ സനത് കുമാരൻ കണ്ണു തുറന്നിട്ട് മഹാദേവനോട് പറയുകയാണ്, അല്ലയോ മഹാദേവ, താങ്കളുടെ ശാപങ്ങൾ കേട്ട് ഞാൻ
ഭയപ്പെടുകയില്ല. താങ്കളുടെ വരങ്ങൾ കേട്ട് ഞാൻ ആവേശഭരിതനാവുകയും ഇല്ല. ഞാൻ ഭയത്തെയും ആവേശത്തെയും കീഴടക്കി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാവുകയില്ല, ഒരു തരത്തിലുള്ള സന്തോഷവും ഉണ്ടാവുകയില്ല എന്ന് ഈ കുമാരൻ മഹാദേവനോട് പറഞ്ഞു. ഇത്തരത്തിലുള്ള മറുപടി കേട്ടപ്പോൾ മഹാദേവന് വളരെയധികം സന്തോഷമാവുകയും ഒരു വരം ചോദിച്ചു കൊള്ളാൻ മഹാദേവൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് കേട്ടപ്പോൾ സനത് കുമാരൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മഹാദേവ, ആകാശത്തെ അസ്വസ്ഥമാക്കാൻ ചുഴലിക്കാറ്റുകൾക്ക് കഴിയാത്തതുപോലെ മിഥ്യാധാരണകളാലോ മായാവാദികളാലോ ഞാൻ അസ്വസ്ഥനാകില്ല. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് തേടാൻ കഴിയുന്ന ഈ വരം ഞാൻ തേടുന്നു. എന്നിട്ട് വീണ്ടും സനത് കുമാരൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകനാകും, പക്ഷേ ഞാൻ നിങ്ങളുടെ മാത്രം മകനാവും. അതായത് മഹാദേവനോടാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മാത്രം മകനാകും. കാരണം പാർവതി ദേവി എന്നോട് വരം നൽകാം എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ മഹാദേവന്റെ മാത്രം മകനായി തീരും എന്ന് സനത് കുമാരൻ മഹാദേവനോട് പറയുന്നു. അത് കേട്ടപ്പോൾ ശ്രീ പാർവതി പറയുകയാണ്, ഭർത്താവിന് അവകാശപ്പെട്ടതെല്ലാം ഭാര്യയ്ക്കും അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഭർത്താവിന്റെ പുത്രൻ എന്റെയും പുത്രനാണ് എന്ന് ശ്രീ പാർവതി തർക്കിക്കുന്നു. അപ്പോൾ സനത് കുമാരൻ പറയുകയാണ്, ഭസ്മാസുരൻ എന്ന അസുരൻ എല്ലാവരെയും ഭസ്മമാക്കും എന്നുള്ള ആ വരം മഹേശ്വരനിൽ നിന്ന് നേടിക്കഴിഞ്ഞതിന് ശേഷം ആ വരം ഉപയോഗിച്ച് മഹാദേവനെ തന്നെ ഭസ്മമാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് അല്ലയോ ശ്രീ പാർവതി, അവിടുന്ന് ഇല്ലിമുളം കാടായി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഇല്ലിമുളം കാടുകൾക്ക് ഇടയിലുള്ള ആ ശരവണ പൊയ്കയിൽ ഞാൻ പരമേശ്വരപുത്രനായി ജനിക്കുകയും അതോടുകൂടി ഞാൻ അവിടുത്തെ പുത്രനായി തീരുകയും ചെയ്യും. ഇങ്ങനെ സനത് കുമാരൻ പറയുകയാണ്. അങ്ങനെയാണ് ശരവണ പൊയ്കയിൽ മഹേശ്വരപുത്രനായി ഇല്ലിമുളം കാടുകൾക്ക് ഇടയിലുള്ള അടുത്തുള്ള ശരവണ പൊയ്കയിൽ ഭഗവാൻ മഹേശ്വരപുത്രനായി അവതരിക്കുകയും അതിനുശേഷം ആ കുമാരൻ ശ്രീ പാർവതി ദേവിയുടെ പുത്രനായി പിന്നീട് പരിണമിക്കുകയും ചെയ്തത്. ഇല്ലിമുളം കാടുകൾ അത് ശ്രീ പാർവതി ദേവി തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ശ്രീ പാർവതി ദേവി പ്രസവിച്ച കുട്ടിയല്ല കുമാരൻ, മഹേശ്വരന്റെ ശക്തിയിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ്, മഹേശ്വരൻ തന്നെയാണ്. ശരവണ പൊയ്കയിലാണ് ജനിച്ചത്. ഭഗവാന്റെ അവതാര കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം ഇതാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സനൽകുമാരൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മാവിന്റെ പുത്രനായ സനൽകുമാരൻ തന്നെയാണ് മുരുകദേവനായി അവതരിച്ചത്. അദ്ദേഹം അവതരിച്ചതു തന്നെ അസുരന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കഥ ത്രിപുര രഹസ്യത്തിലെ മഹാത്മ്യകാണ്ഡത്തിലെ 37-ാം അധ്യായത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാമം ഓം സനത് കുമാരായ നമ എന്ന നാമം വിദ്യാവിജയത്തിന് കുഞ്ഞുങ്ങളെ കൊണ്ട് 1008 തവണ 108 തവണയൊക്കെ ജപിപ്പിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഷഷ്ടിവ്രതത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. സ്കന്ദപുരാണത്തിലെ കഥകൾ നമ്മൾ നാളെ മുതൽ വീണ്ടും പറഞ്ഞു തുടങ്ങും. എല്ലാവരും കഥകൾ കേട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.